السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായി മരണം വരിക്കുന്നത് വരെയുള്ള സംഭവവികാസങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നമ്മൾ വിശദീകരിക്കാനുള്ള കാരണം ആ വിഷയങ്ങളിലെല്ലാമുള്ള റാഫിദുകളുടെ തെറ്റിദ്ധരിപ്പുകൾ അതിനുള്ള വിശദീകരണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കാൻ മജൂസികളായിട്ടുള്ള ആളുകൾ പദ്ധതിയിട്ടിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യ കീഴടക്കപ്പെടുകയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അതിന്റെ തകർച്ച ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ പ്രതികാര നടപടിയായിട്ടാണ് അവർ ഈ തരത്തിലുള്ള ചെയ്തികളിലേക്ക് ഏർപ്പെട്ടുള്ളത്. അതൊരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു കാണാൻ സാധിക്കും. അപ്പോ ആ തരത്തിൽ പേർഷ്യക്കാരുടെ മുസ്ലിമീങ്ങളോടും ഇസ്ലാമുമായി ബന്ധപ്പെടുന്ന ഏതൊരു കാര്യത്തോടുമുള്ള ദേഷ്യം, അതുപോലെ തന്നെ പക ഇന്നും നിലനിൽക്കുകയാണ്. അറബികളോട് ശക്തമായ പകണ്ടവർക്ക് അറബി ഭാഷയോടുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളോടുമുണ്ട്. നമ്മൾ വിശദീകരിച്ചു, ഈ തരത്തില് സംഭവവികാസങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലം അത് ബന്ദികൾ അത് അധികരിക്കുകയും മദീനയിലേക്ക് അവർ പ്രവേശിക്കാൻ ചില ആളുകൾക്ക് സാധിച്ചു എന്നുള്ളതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം ഉണ്ടാകുന്നത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു, വളരെ സൂക്ഷ്മമായിട്ടുള്ള നിയന്ത്രണങ്ങളായിരുന്നു വരുത്തിയിരുന്നത്. മദീനയിലേക്ക് ബന്ദികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല പ്രായപൂർത്തിയെത്തി കഴിഞ്ഞാൽ. പിന്നീട് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിന്റെ റെക്കമെൻഡ് പരിഗണിച്ചുകൊണ്ട് മാത്രം അബൂ ലുഅ്ലുഅയെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചെന്ന വ്യാജേനയാണ് പ്രവേശിച്ചിട്ടുള്ളത്. അപ്പോ ഈ തരത്തിൽ ബന്ദികളായി വന്ന പേർഷ്യക്കാരുടെ കുതന്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് യഹൂദികളുടെ കുതന്ത്രം എന്ന് പറയുന്നത്. ഈ കുതന്ത്രങ്ങളെല്ലാം തന്നെ എല്ലാ കാലഘട്ടത്തിൽ തുടർന്നു പോരുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ഈ കാര്യത്തെ എടുക്കേണ്ടതിനെ അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല യഹൂദികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ്. മുഅ്മിനീങ്ങളോട് ഏറ്റവും വലിയ വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത്, ശത്രുത വെച്ചു പുലർത്തുന്നത് യഹൂദികളാണ്. വല്ലദീന അശ്റഖു, അതുപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന വിഗ്രഹാരാധകരായിട്ടുള്ള ആളുകളുമാണ് മുസ്ലിമീങ്ങളോട് ഏറ്റവും വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകൾ. അതൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും. യഹൂദികൾ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഈ കാലഘട്ടത്തിൽ ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ആ തരത്തിലാണ് അവരുടെ ശത്രുത. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള RSSകാരുടെയൊക്കെ നമ്മോടുള്ള വെറുപ്പും ശത്രുതയും എത്രത്തോളമാണ്, അതെല്ലാം നമുക്ക് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ ഒരു വെറുപ്പും വിദ്വേഷവും അവരെല്ലാ കാലത്തും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രയോഗിച്ചിട്ടുണ്ട്. ഹുയയ് ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന ബനു ഖുറൈദയില് കൊല്ലപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജൂത പണ്ഡിതനാണ്. അയാൾ കൊല്ലപ്പെടാൻ വേണ്ടിയിട്ട് വാളിന്റെ അരികിലേക്ക് വരുന്ന സമയത്ത് അയാൾ പറയുന്നത്,
അമാ വല്ലാഹി മാ ലുംതു നഫ്സി ഫീ അദാവതിക്. റസൂലിനോടാണ് പറയുന്നത്, താങ്കളോടുള്ള ശത്രുതയുടെ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ എന്റെ നഫ്സിനെ ആക്ഷേപിക്കുന്നില്ല എന്നുള്ളത്. കൊല്ലപ്പെടാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഈ യഹൂദികള് എന്തെല്ലാമാണ് മുസ്ലിമീങ്ങളോട് തുടക്കകാലത്ത് ചെയ്തിട്ടുള്ളത്? അവര് എന്താണ്, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആമിനു എന്താണ് വജ്ഹന്നഹാരി വക്ഫുറു ആഖിറഹു, പകൽ സമയത്ത് അതിന്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചെന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ അവിശ്വസിച്ചു, ഈ ദീനൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുക എന്ന് ആ തരത്തിൽ എന്ത് ചെയ്യുക, തെറ്റിദ്ധരിപ്പിക്കുക. അതും ആരാണ്? അവിടെയുള്ള മദീനയിലുള്ള ഔസ് ഹസ്രജ് ഗോത്രക്കാരെ അറബികൾ, അവർക്ക് വലിയ വിവരമില്ലാത്ത ആളുകളാണ്. ജൂതന്മാരെന്ന് പറഞ്ഞാൽ വലിയ വിവരമുള്ള ആളുകളാണ്. അപ്പൊ വിവരമുള്ള ആളുകൾ പറയുമ്പോൾ അത് ശരിയായിരിക്കും എന്നുള്ള തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ളതാണ് അവരെന്ത് ചെയ്തത്, മനസ്സിലാക്കിയത്. ആ തരത്തിലുള്ള പണികളെല്ലാം അവരെടുത്തു. മാത്രമല്ല നിഫാഖ്, മുനാഫിഖീങ്ങളെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്, അതിനുവേണ്ട എല്ലാ വിത്തും വളവും ചെയ്തിട്ടുള്ളത് ആരാണ്? യഹൂദികളാണ്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ താരീഖിൽ പറയുന്നുണ്ട്, വനസബത് عند ذلك أحبار يهود لرسول الله العداوة. ജൂത പണ്ഡിതന്മാര് അവർക്ക് റസൂലുള്ളാഹിനോട് കഠിനമായ ശത്രുത ഉണ്ടായിരുന്നു. ബഗ്യൻ വഹസദൻ, അത് അസൂയ കാരണത്താലും അതിക്രമം കാരണത്താലും. وأضاف إليهم رجال من الأوس والخزرج, എന്നിട്ട് അവരോടൊപ്പം ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ടുള്ള അറബികളും ചേർന്നു. ഫകാനു അഹ്ല നിഫാഖ്, അവർ നിഫാഖിന്റെ ആളുകളായിരുന്നു. അപ്പോ ഇവരെ ഈ തരത്തിൽ നിഫാഖിലേക്ക് വലിച്ചെടുക്കുകയും അതിനുള്ള എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ആരാണ്? യഹൂദികളാണ്. വകാന ഹവാഹും അൽ യഹൂദ്, ആ മുനാഫിഖുകളുടെ അവരുടെ ഹവ, താല്പര്യം ആരോടൊപ്പമായിരുന്നു? ഭ്രമം ഒക്കെ യഹൂദികളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നെന്നാണ്. എത്ര വലിയൊരു വിഷയമാണിത്. ഈ ഇസ്ലാമിൽ വരുത്തിയ വലിയ ക്ഷതം വരുത്തിയ ആളുകളാണ് മുനാഫിഖൂൻ എന്ന് പറയുന്ന വിഭാഗം, മുനാഫിഖുകളായിട്ടുള്ള ആളുകൾ. അവരുണ്ടാക്കുകയും വളർത്തിയെടുക്കുകയും അവർക്കുള്ള എല്ലാം നൽകുകയും ചെയ്തിട്ടുള്ളത് യഹൂദികളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് വഇദാ ലഖുൽ ലദീന ആമനു ഖാലു ആമന്ന. ഈ മുനാഫിഖീങ്ങള് മുഅ്മിനീങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നാൽ വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവരുടെ ശയാതീനുകളുമായിട്ട് തനിച്ചിരിക്കുമ്പോൾ അവരെന്താ പറയാ? അവർ മാത്രമുള്ള സമയത്ത് എന്താ പറയാ? ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്, പക്ഷെ ഞങ്ങൾ അവരെ പരിഹസിക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത് എന്ന്, ഞങ്ങൾ വിശ്വസിച്ചിട്ട് എന്ന് പറയുന്നത്. ആരാണ് മുനാഫിഖീങ്ങളുടെ പിശാചുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ളത്? അവരുടെ തമ്പ്രാക്കന്മാരാരാണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വശയാതീനുഹും, അവരുടെ ശയാതീനുകൾ എന്ന് പറഞ്ഞാൽ സാദത്തുഹും വകുബറാഉഹും വറുഅസാഉഹും മിൻ അഹ്ബാരിൽ യഹൂദ്, അവരുടെ തമ്പ്രാക്കന്മാർ, അവരുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് ജൂത പണ്ഡിതന്മാരാണ് എന്നുള്ളതാണ്. അപ്പോ ആലോചിക്കണം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുമായിട്ട് പലതരത്തിലുള്ള കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു യഹൂദികൾ മദീനയിൽ. ആ കരാറുകളൊക്കെ ലംഘിച്ചവരാണ്. കരാറുകൾ ലംഘിക്കുക എന്നുള്ളത് ഇവരുടെ മുഖമുദ്രയായിട്ടുള്ള കാര്യമാണ്. അത് ഇന്നും തുടർന്നു പോരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുല്ലമാ ആഹദു അഹദൻ നബദഹു ഫരീഖും മിൻഹും, അവർ കൂടുതൽ ചില ആളുകൾ കരാറിൽ ഏർപ്പെടും, ചില ആളുകൾ എന്ത് ചെയ്യും? അത് ലംഘിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആദ്യമായിട്ട് മുസ്ലിമീങ്ങളുമായിട്ട് മദീനയിൽ വെച്ച് കരാർ ലംഘിച്ച യഹൂദികൾ എന്ന് പറയുന്നത് ബനു ഖൈനുഖാ ആണ്. പിന്നീട് ബനു നദീർ ഗോത്രം കരാർ ലംഘിച്ചു. പിന്നീട് ആര്? ബനു ഖുറൈദ ഗോത്രവും കരാർ ലംഘിക്കുകയാണ് ചെയ്തത്. ഇവിടെ ബനു നദീർ ഗോത്രം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ധാരാളം വിഷയങ്ങളുണ്ട്. ജൂതന്മാരുടെ അപകടങ്ങൾ അത് ഇന്നും തുടർന്നു പോരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തെറ്റിദ്ധരിപ്പിക്കലുകൾ ഇന്ന് ലോകത്ത് സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മാധ്യമങ്ങളുടെ എല്ലാം കടിഞ്ഞാളുകൾ ആരുടെ കയ്യിലാണ്?
ഈ സയനിസ്റ്റുകളുടെയും ഫ്രീമേഴ്സിന്റെ കയ്യിലാണ്. അതിലൂടെ അവരെന്ത് ചെയ്യുന്നു? എല്ലാ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ മുസ്ലിമീങ്ങൾ വരെ എന്ത് ചെയ്യാണ്? വശംവദരായി പോവുകയാണ് ചെയ്യുന്നത്. അത് വിശ്വാസപരമായിട്ടും അതുപോലെ തന്നെ നിലപാടുകൾ, അതുപോലെ തന്നെ ജീവിത ശൈലികളും മാർഗം ഒക്കെ സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ അവരുടെ പാത പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മുനാഫിഖൂങ്ങൾ, നിഫാഖിന്റെ ആളുകൾ ഇന്നുമുണ്ട്. മുസ്ലിം നാമധാരികളായ ആളുകൾ, ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ, ജൂതന്മാർക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിനെതിരെ പണിയെടുക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കരാറുകൾ ലംഘിക്കുന്നത്, മുസ്ലിമീങ്ങളോടുള്ള ഈ കൊടിയ ശത്രുതയും എന്നെന്നും നിലനിന്ന് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാരണങ്ങളാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ലാ യജ്തമിഉ ബി ജസീറത്തിൽ അറബി ദീനാൻ. ജസീറത്തുൽ അറബിൽ രണ്ട് മതങ്ങൾ ഒരുമിച്ച് ചേരുകയില്ല. ഇസ്ലാം ഉണ്ടെങ്കിൽ മറ്റു മതങ്ങൾ അവിടെ പാടില്ല. മാത്രമല്ല യഹൂദികളോട് തന്നെ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നി ഉരീദു അൻ ഉജ്ലിയക്കും മിൻ ഹാദിഹിൽ അർദ്. ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ തുടച്ചു നീക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ അത് പ്രാവർത്തികമാക്കിയത് ആരാണ്? ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പ്രാവർത്തികമാക്കിയത്. അദ്ദേഹം ജൂത ക്രിസ്ത്യാനികളെ ഒന്നടങ്കം ജസീറത്തുൽ അറബിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പുറത്താക്കലോടുകൂടി, ആ ഒരു ഇജ്ലാഓടുകൂടി ആ ഒരു ശത്രുത വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രകൃതം നമുക്കറിയാം, അങ്ങേയറ്റത്തെ അനുകമ്പയും സ്നേഹവും വാത്സല്യവും മാത്രമാണ് മുസ്ലിമീങ്ങളോടും അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല ഇസ്ലാമിക ഭരണത്തിന് കീഴിലുള്ള അമുസ്ലിമീങ്ങളോടാണെങ്കിലും എല്ലാം അദ്ദേഹത്തിന്റെ പ്രകൃതം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ വളരെ കർക്കശക്കാരനോ, അതുപോലെ തന്നെ എല്ലാത്തിനും അതിന്റെ കൃത്യമായ കണക്കനുസരിച്ച് കാര്യങ്ങൾ, കൃത്യമായ അതിർവരമ്പുകളിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കർക്കശക്കാരനായിരുന്നില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും വിശാലത നൽകിയിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫുതുഹാത്തുകൾ ഉണ്ടാവുകയും അതിലൂടെ ഉണ്ടായിട്ടുള്ള സമ്പത്തിന്റെ ഒഴുക്ക്, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിമീങ്ങൾക്ക് ഇടയിൽ ഫിത്നകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫിത്നകളും ചില പ്രശ്നങ്ങളുമെല്ലാം ഈ ജൂതന്മാരെ അവസരമായി കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അപകടം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു സബ അൽ യഹൂദി. ഇമാം തബരി അദ്ദേഹത്തിന്റെ താരീഖിൽ പറയുന്നു, മിൻ യഹൂദി സൻആയിലുള്ള ജൂതന്മാരുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു സബ. യമനിലെ സൻആ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജൂതന്മാരിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സബ. അയാൾക്ക് ഇബ്നു സൗദ എന്ന് വിളിക്കാറുണ്ട്. അയാളുടെ മാതാവ് എന്തായിരുന്നു? കറുത്ത വർഗ്ഗക്കാരിയായിരുന്നു. അങ്ങനെ ഇബ്നു സൗദ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു വ്യക്തി ജൂതനായിട്ടുള്ള, കൃത്യമായിട്ട് മുസ്ലിമീങ്ങളോട് ശത്രുതയുള്ള, ആ ശത്രുതയുമായിട്ട് എന്ത് ചെയ്യാണ്? മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് എന്ത് ചെയ്യാണ്? കടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് വരുന്നത് ഹിജാസിലേക്കാണ് വരുന്നത്. മക്ക മദീന ഉൾപ്പെടുന്ന പ്രദേശത്തേക്കാണ് വരുന്നത്. അത് ഹിജ്റ 30 മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നുള്ളതാണ് താരിഖ് തബരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. പക്ഷെ ഹിജാസിൽ ഇയാളുടെ ഫിത്ന പണികളൊന്നും നടക്കുന്നില്ല, വിലപ്പോകുന്നില്ല, ആളുകൾ കിട്ടുന്നില്ല. അങ്ങനെ ഹിജാസിൽ നിന്ന് പിന്നീട് എവിടത്തേക്കാണ് പോകുന്നത്? ബസ്രയിലേക്കാണ് പോകുന്നത്. ബസ്ര എന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ ഭാഗമായിട്ടുള്ള ഒരു പട്ടണമാണ്, നമുക്കറിയാം. അങ്ങനെ അവിടെ പോയിട്ട് താമസമാക്കുന്നത് ആരോടൊപ്പമാണ്? അവിടെ അറിയപ്പെട്ടിട്ടുള്ള ഒരു കൊള്ളക്കാരന്റെ കൂടെയാണ് താമസമാക്കുന്നത്. ഹക്കീം ഇബ്നു ജബല എന്ന പേരിലുള്ള ഒരു കൊള്ളക്കാരന്റെ അടുത്ത്. അങ്ങനെ അവിടെ ഒരുപാട് ഫിത്ന ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിന് കുറെ ആളുകളെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ
അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടുത്തെ ഗവർണറായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇയാളെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളുടെ സംസാരത്തിൽ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, ബസ്രയിൽ നിന്ന് പുറത്താക്കി കൂഫയിലേക്ക് പുറത്താക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൂഫയിലേക്ക് എത്തിയ സമയത്ത് അവിടെയും ഫിത്ന ഉണ്ടാക്കി. അവിടെയും അവിടുത്തെ ആളുകളും ഇയാളെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്താക്കുന്നുണ്ട്. പക്ഷേ കൂഫയിൽ നിന്നും ബസ്രയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾ എല്ലാ കാലത്തും അവിടെയും ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ഫിത്നക്കാരായ ആളുകൾ, യുവാക്കളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പേരും ഒന്നുമില്ലാത്ത ആളുകൾ, ഈ തരത്തിൽ ഫിത്നയിൽ അകപ്പെട്ടു പോയ ആളുകൾ, അവരുമായിട്ട് സ്ഥിരമായിട്ട് മറ്റു നാടുകളിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കത്തിടപാടുകളും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് പോകുന്നത് ഷാമിലേക്കാണ്. ഷാമിൽ എത്തിച്ചേരുന്നത് ഹിജ്റ 33 ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത്. പക്ഷേ ഷാമില് ഒരു പണിയും നടക്കുന്നില്ല. ഷാമിൽ നിന്ന് എന്ത് ചെയ്യാണ്, അവിടെ നിന്നും പുറത്താക്കപ്പെടുകയാണ്. പിന്നീട് എത്തിച്ചേരുന്നത് ഈജിപ്തിലേക്കാണ്. ഈ പറയുന്ന ഷാമിലേക്ക് 2 തവണ വന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഹിജ്റ 30 വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ പല നാടുകളിലായിട്ട് ഇയാൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഫിത്ന പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവസാനം എത്തിച്ചേരുന്നതാണ് ഈജിപ്തില്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, ഈജിപ്തിൽ ഹിജ്റ 34 എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നതിന്റെ 1 വർഷത്തിന് മുമ്പ്. അങ്ങനെ അവിടെ യമനിൽ നിന്ന് വന്ന് താമസമാക്കിയ യമനിലെ ചില പ്രമാണികളുടെ മക്കളെടുത്താണ് എന്ത് ചെയ്യുന്നത്, താമസമാക്കുന്നത്. അങ്ങനെ അവിടെ ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ ഇയാളുടെ ഒപ്പം എല്ലാ ഫിത്നകളിലും പങ്കെടുത്ത ആളുകളാണ്. അതിൽപ്പെട്ടതാണ് ഗാഫിഖ് ഇബ്ൻ ഹർബ്, സൗദാൻ ബിൻ ഹുംറാൻ, അതുപോലെ തന്നെ കിനാന ബിൻ ബിഷർ, അതുപോലെ ഖാലിദ് ഇബ്നു മുൽജം, ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകളുണ്ട്. ഇവരുടെ അടുത്താണ് എന്ത് ചെയ്യുന്നത്, താമസമാക്കുകയും അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, ഇയാളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇയാള് പ്രവർത്തിക്കുന്ന കാര്യം എന്താണ്, അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഈജിപ്തിലെ ഗവർണറായിരുന്ന അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന് എതിരിലുള്ള എന്താണ്, അദ്ദേഹത്തിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈജിപ്തിൽ വെച്ചുകൊണ്ട് നടത്തുന്നത്. അത് പിന്നീട് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, വിജയം കാണുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ സാന്ദർഭികമായി നമ്മൾ സൂചിപ്പിക്കാനുള്ളത്, ഈ തരത്തിൽ ഇവിടെ എല്ലാ നാടുകളിലും പോയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ, അതുപോലെ തന്നെ ആ നാടുകളിലുള്ള ഗവർണർമാർക്കെതിരിൽ എല്ലാം എന്ത് ചെയ്യാണ്, ജനങ്ങളെ ഇളക്കി വിടുകയാണ്. ഈജിപ്തിൽ ആദ്യം ചെന്ന സമയത്ത് അവരെ കുഫറിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, വ്യക്തമായ കുഫറിലേക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനെ ആരും കേൾക്കുന്നില്ല. ഇയാളെ എന്ത് ചെയ്യാണ്, എല്ലാവരും മാറ്റിവിടും. പക്ഷെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഭരണാധികാരിയെ സംബന്ധിച്ചും ഉള്ള മോശമായ ആക്ഷേപങ്ങൾ, ഇതൊക്കെ എല്ലാ കാലത്തും സാധാരണക്കാർ വീണു പോകുന്ന വിഷയങ്ങളാണ്. അതും എന്താണ്, ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൊള്ളരുതാത്ത ആളുകൾ, ഭരണാധികാരികളിൽ നിന്ന് എന്താണ് ശിക്ഷ കിട്ടിയ ആളുകൾ, ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിന് കേൾവിക്കാരുണ്ടാകുമെന്നാണ്. ആ തരത്തിൽ ഈ നാടുകളിലെല്ലാം തന്നെ എന്തുണ്ടായി, ഫിത്നകൾ ഉണ്ടായി. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ പ്രചരിപ്പിച്ചു. എന്താണ് പ്രധാനമായിട്ടും പ്രചരിപ്പിക്കപ്പെട്ടുള്ള ആക്ഷേപം? കുറെ ആക്ഷേപങ്ങൾ പ്രചരിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, ഉബൈദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. അബൂ ലുഅ്ലു അൽ മജൂസിയുടെ അനുയായികളായിട്ടുള്ള അയാളുടെ കൂടെ ആ കൊലപാതകത്തിൽ പദ്ധതിയിട്ട ആളുകളെ ഇതിന് കൊന്നിട്ടുണ്ട്. അതാണ് ഹുർമുസാനെ കൊന്നു, ജബലയെ കൊന്നു, അതുപോലെ തന്നെ അബൂ ലുഅ്ലുയുടെ മകളെ കൊന്നു. പക്ഷെ അതെന്താണ്, ഒരു ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ വിചാരണ ചെയ്തുകൊണ്ടല്ല ശിക്ഷ നടപ്പിലാക്കിയത്, മറിച്ച് എന്താണ്, നേരെ പോയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേല് ഖിസാസ് നടപ്പിലാക്കണമെന്നുള്ള ആവശ്യം, ആ വിഷയത്തിൽ നമുക്കറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് കൂടിയാലോചിച്ചു. സഹാബിമാരിൽ ബഹുഭൂരിപക്ഷവും എന്താണ്, അത്
അദ്ദേഹത്തെ വധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ ആളുകളൊക്കെ എന്താണ്, നിഫാഖിന്റെ ആളുകളാണ്. മാത്രമല്ല, എന്നാൽ പിന്നീട് എന്ത് ചെയ്യുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കൊലപാതകത്തിന് പകരമായിട്ട് ദിയ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം പണത്തിൽ നിന്ന് മോചന ദ്രവ്യം നൽകി ഉബൈദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്തിട്ടുള്ളത് പരിപൂർണമായിട്ട് ഇസ്ലാമിക ശർഈ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും അസ്ലഹായിട്ടുള്ള, ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നീട് ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് എന്താണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബക്കാർക്ക് അവർക്ക് അധികാരങ്ങൾ നൽകി, ഗവർണർ സ്ഥാനങ്ങൾ നൽകി, അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്താണ് സമ്പത്തും അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് നൽകി എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വിഷയം നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരം ഏൽപ്പിച്ചവർ ആരൊക്കെയാണ്? ഒന്നാമതായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹം യസീദിന്റെ പകരക്കാരനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? യസീദ് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ പകരക്കാരനായിട്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവർണറാക്കിയിട്ടുണ്ട്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഷാമിന്റെ അധികാരം ഇദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചത്, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തമായി ചെയ്ത കാര്യമല്ല അത്. പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ബസ്രയുടെ ഗവർണറാക്കി. അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ കണക്കില്ല. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ഖുറാസാൻ, അതിന്റെ ഭാഗമായിട്ട് ഖുറാസാൻ, അതുപോലെ ഗസ്ന പോലുള്ള നാടുകളെല്ലാം ഇസ്ലാമിന്റെ ഭാഗമാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ സിജിസ്ഥാൻ, അതുപോലെ തന്നെ കിർമാൻ പോലുള്ള നാടുകളെല്ലാം ഇസ്ലാമിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വലിയ ഫാത്തിഹാണ്. അതുപോലെ തന്നെ പേർഷ്യക്കാരുടെ അവസാനത്തെ രാജാവിനെയും കൊന്നുകൊണ്ട് ആ സാമ്രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിയിട്ടുള്ള ആളാണ്. പിന്നീട് അത്രയും കഴിവുള്ള, അത്രയും ശ്രേഷ്ഠതയുള്ള ആളാണ് അദ്ദേഹം, അബ്ദുല്ലാഹ് ബിൻ ആമിർ. പിന്നീട് മൂന്നാമതായിട്ട് ഇദ്ദേഹം അധികാരം ഏൽപ്പിച്ചു എന്ന് പറയുന്നത് വലീദ് ബിൻ ഉഖ്ബയാണ്. വലീദ് ബിൻ ഉഖ്ബ കൂഫയുടെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചു. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? ബനു തഗ്ലീബിന്റെ സദഖാത്തുകൾ പിരിക്കാനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? കാര്യം ഏൽപ്പിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭരണം അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ വീട് ഒരിക്കലും പൂട്ടിയിരുന്നില്ല എന്നാണ്. ജനങ്ങൾക്ക് ഏത് സമയവും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗവർണറായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അബ്ദുല്ലാഹ് ഇബ്നു അബിസ്സർഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഈജിപ്തിന്റെ ഗവർണറാക്കി. അതിൽ ഒരു പെശക് വന്നത് എന്താണ്? ഈ അബ്ദുല്ലാഹ് ഇബ്നു സബന്റെ നേതൃത്വത്തിലുള്ള ഖവാരിജുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഈ അബ്ദുല്ലാഹ് ഇബ്നു അംറിന് എതിരിലുള്ള കത്തുകൾ ധാരാളമായിട്ട് അയക്കാൻ തുടങ്ങി. മറ്റു ജനങ്ങളിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? മുതിർന്ന സഹാബിയായിട്ടുള്ള വലിയ അറബികളുടെ കൂട്ടത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദാഹിയത്തായിരുന്ന, ബുദ്ധിജീവിയായിരുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണർ സ്ഥാനത്ത് നീക്കിയിട്ട് എന്ത് ചെയ്തത്? അബ്ദുല്ലാഹ് ഇബ്നു അബിസ്സർഹ് റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യുന്നത്? നിശ്ചയിക്കുന്നത്. പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു അബിസ്സർഹ് റളിയല്ലാഹു അൻഹു വലിയ യോഗ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് നാടുകൾ കീഴടക്കിയിട്ടുണ്ട്. എത്രയോ അങ്ങോട്ട് ലിബിയ പോലുള്ള നാടുകൾ കീഴടക്കിയ അദ്ദേഹമാണ്. അദ്ദേഹം മരണപ്പെടുന്നത് എങ്ങനെയാണ്? സുജൂദിലായിരിക്കണം എന്ത് ചെയ്യുന്നത്? സുബഹിസ്കാരത്തിൽ സുജൂദിലായിരിക്കണം മരണപ്പെടുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊന്നും ഒരു ആക്ഷേപമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം യോഗ്യരായ ആളുകളെ അല്ലാതെ എന്ത് ചെയ്തില്ല? അധികാരം ഏൽപ്പിച്ചിട്ടില്ല. അത് അലി റളിയല്ലാഹു അൻഹു തന്നെ ആ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കുക. അദ്ദേഹം ആരൊക്കെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ അടുത്ത കുടുംബക്കാരെ, കസിൻസിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഗവർണർ സ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവരോധിച്ചിട്ടുണ്ട്. ഇപ്പോ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ യമനിന്റെ ഗവർണറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖാസം ഇബ്നു അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം മക്കയുടെയും തായിഫിന്റെയും ഗവർണറാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബസ്രയുടെ ഗവർണറാക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അബി ബക്കർ അദ്ദേഹത്തിന്റെ റബീബാണ്, വളർത്തുപുത്രനാണ്. അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈജിപ്തിന്റെ ഗവർണറാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ അലി റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം അധികാരം ഏൽപ്പിച്ചവരാരാണെന്ന് നമ്മൾ നോക്കേണ്ടത്. അവര് എല്ലാ അർത്ഥത്തിലും യോഗ്യരായിട്ടുള്ള
ആളുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ആക്ഷേപങ്ങൾ പ്രചരിപ്പിച്ചു. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ ആക്ഷേപങ്ങൾ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള അതിര് കവിച്ചിലുകൾ എന്ത് ചെയ്തു പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വസിയാണ് എന്നുള്ള രീതിയിൽ, വസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനായിരിക്കണം ഖലീഫ, പകരക്കാരൻ എന്നുള്ളത് റസൂലുള്ള വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രചരിപ്പിക്കുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കാര്യങ്ങൾ എവിടത്തേക്ക് എത്തിയിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു തന്നെയാണ് അള്ളാഹ് എന്നുള്ളിടത്തേക്കുള്ള പ്രചാരണങ്ങൾ എത്തിയിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. ഇത് ഏത് രീതിയിലാണ് ഇയാളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്? ഇയാൾ പറയുന്നു, ഇബ്ദഉ ബിത്തഅനി അല ഉമറാഇക്കും, ഭരണാധികാരികളെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക ഫിത്ന. നോക്കൂ നിങ്ങൾ, ഈ ഖവാരിജുകളും റാഫിദുകളും ഉണ്ടായിട്ടുള്ളത് ഒരേ ഒരു പിതാവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആരിൽ നിന്ന്? അബ്ദുല്ലാഹ് ഇബ്നു സബ അൽ യഹൂദിയിൽ നിന്ന്. ഒരു ജൂതന്റെ പ്രോഡക്റ്റ് ആണ് ഇത് രണ്ട് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോ രണ്ടുപേരുടെയും രണ്ട് വിഭാഗത്തിന്റെയും ശൈലി എന്ന് പറയുന്നത് ഒരേ രീതിയാണ്. അതെന്താണ്? ഭരണാധികാരികളെ ആക്ഷേപിക്കുക. വഅസ്ഹിറുൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നു തിന്മ വെറുക്കുന്നു എന്നുള്ള രീതിയിൽ ഭാവേന നിങ്ങൾ എന്ത് ചെയ്യണം? ഭരണാധികാരികളെ ആക്ഷേപിക്കണം. ഇന്ന് നമ്മൾ ഇതേ കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ മുസ്ലിം ഭരണാധികാരികളായിട്ടുള്ള നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരെന്ത് വീഴ്ചകളുണ്ടെങ്കിലും അവരെ ആക്ഷേപിക്കുന്നത് ഏത് രീതിയിലാണ്? നന്മ കൽപ്പിക്കുന്നു തിന്മ വിലക്കുന്നു എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഈ സംസാരിക്കുന്ന ആളുടെ വ്യക്തി ജീവിതത്തിൽ ഈ അവരെക്കാളും താഴ്ന്ന നിലവാരത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇനി അവർ പുകഴ്ത്തിപ്പാടുന്ന രാഷ്ട്രങ്ങളുള്ള ഭരണാധികാരികളോ അവരുടെ ഏത് അവസ്ഥയിലാണുള്ളത്? കുഫറിലും ഷിർക്കിലും എല്ലാ തരത്തിലുള്ള ഫവാഹിഷുകളും പ്രചരിപ്പിക്കുന്ന നാടുകളാണ് ആ നാടുകൾ. ആ നാട് ഇവിടെ ഇപ്പൊ സൗദി അറേബ്യ പോലുള്ള നാടുകളിൽ ഇന്ന് ചില സംഗീത പരിപാടികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രചാരകരായിരിക്കും ഇവര്. അവരുടെ ചാനലുകളിലും അവരുടെ സദസ്സുകളിലൊക്കെ സംഗീത പരിപാടികളാണുള്ളത്. സെലഫികൾ അവർ വിമർശിക്കുന്നത് സംഗീതത്തെ എതിർക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശിക്കുന്നത്. ഈ ആളുകൾ പുകഴ്ത്തി പാടുന്ന നാടുകൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുമ്പ് ഇതിലേറെ വലിയ പരിപാടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് മുറിയാതെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലും ഇവർക്ക് പ്രശ്നമില്ല. ഇതിലേറെ വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഭരണാധികാരികളെ ആക്ഷേപിച്ചുകൊണ്ട് തുടങ്ങുക, അതെങ്ങനെ? നന്മ കൽപ്പിക്കുന്നു തിന്മ വിലക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വലിയ നന്മ കൽപ്പിക്കുന്ന തിന്മ വിലക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നുള്ള രീതിയിൽ ആളുകൾക്ക് തോന്നണം. തസ്തമീലുന്നാസ്, ആ രീതിയിൽ ജനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഗവർണർമാരുടെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, അതുപോലെ ഖലീഫയായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, അതെല്ലാം എല്ലാ നാടുകളിലേക്കും കത്തെഴുതി എന്ത് ചെയ്യാണ്? പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഈ അതിര് കവിഞ്ഞ പിടുത്തം വിട്ട വാദങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആണ് എന്ത് ചെയ്യുന്നത്? ഹിജ്റ 35 ഷവ്വാലിലാണ് എന്ത് ചെയ്യുന്നത്? ഈജിപ്തിൽ നിന്ന് 4 സംഘങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മദീനയിലേക്ക് ഇവർ പുറപ്പെടുന്നത് ഷവ്വാലില്. ഹിജ്റ 35 ഷവ്വാലില്. അങ്ങനെ 4 സംഘങ്ങളായിട്ട് അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അബ്ദുല്ലാഹ് ഇബ്നു സബ ഉണ്ട്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം ഉണ്ട്. ഏകദേശം 600 മുതൽ 1000 വരെ ആളുകൾ ഉണ്ടാകും. അവര് 600 മുതൽ 1000 വരെ എണ്ണം. അതേ അവസരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരാരെ കാണാനാണ് പോകുന്നത്? അലി റളിയല്ലാഹുവിനെ കാണാനാണ് വേണ്ടി പോകുന്നത്. എന്നിട്ട് അലി റളിയല്ലാഹുവിനെ എന്ത് ചെയ്യണം? ഉസ്മാൻ റളിയല്ലാഹുവിനെ എന്റെ അധികാരം അതിനെ എടുത്തു കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അവരോധിക്കണം എന്നുള്ളതാണ്. അതേ അവസരത്തിൽ തന്നെ കൂഫയിൽ നിന്ന് 4 സംഘങ്ങൾ വരുന്നുണ്ട്. ഇതേ എണ്ണത്തിൽ തന്നെ ഖവാരിജികൾ പുറപ്പെടുന്നുണ്ട്. അവരെ എങ്ങനെയാണ് തയ്യാറായിട്ടുള്ളത്? അവരുമായിട്ട് നിരന്തരമായിട്ടുള്ള കത്തിടപാടുകൾ ആർക്കുണ്ടായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു സബ യഹൂദിക്കുണ്ടായിരുന്നു. ബസ്രയിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിഭാഗം പുറപ്പെടുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഖവാരിജികൾ പുറപ്പെടുന്നുണ്ട്. അപ്പോ ഏകദേശം ഒരേ എണ്ണബലമുള്ള ആളുകളാണ്, വിഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? 3 നാടുകളിൽ നിന്നായിട്ട് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുന്നത്. ഈ ആളുകളെല്ലാം തന്നെ ഗോത്രങ്ങളിലെല്ലാം തള്ളപ്പെട്ടുള്ള ആളുകളാണ്. ഒരു വിലയുമില്ലാത്ത ആളുകൾ, അതും യുവാക്കളായിട്ടുള്ള ആളുകൾ, സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്ത എല്ലാ അർത്ഥത്തിലും തരം താഴ്ന്ന ആളുകൾ, ഫിത്നക്കാരായിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അങ്ങനെ അവര് ഈജിപ്തിൽ നിന്ന് വന്നിട്ടുള്ള ഫിത്നക്കാര് അലി റളിയല്ലാഹുവിനെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കൂഫയിൽ നിന്ന് വന്നവർ ആരെ കാണാൻ ഉദ്ദേശിക്കുന്നത്?
സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. സുബൈർ റളിയല്ലാഹു അൻഹു അവരതാണ് ഉദ്ദേശിക്കുന്നത്. ബസ്രയിൽ നിന്ന് വന്നവർ ഉദ്ദേശിക്കുന്നത് തൽഹ ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടാനാണ്. എന്നാൽ ഇവർ എല്ലാവരും ഈ 3 സഹാബിമാർ ഇവരെന്ത് ചെയ്യാണ്, ആട്ടിവിടാണ് ചെയ്യുന്നത്. അവരെ തിരിച്ചു പോകാൻ വേണ്ടി പറയുകയും ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അടങ്ങി എന്ത് ചെയ്യണം, മുസാലിമീങ്ങളായിട്ട് നിലകൊള്ളണമെന്ന് എന്ത് ചെയ്യാണ്, കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ തിരിച്ചു പോകുന്നുണ്ട്. പിന്നീട് വഴിമധ്യേ അവരെന്ത് ചെയ്യാണ്, വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അവരവസരം മുതലാക്കി സഹാബിമാരും മുസ്ലിമീങ്ങളും മദീനയിൽ നിന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഹജ്ജിന് പോയ അവസരം മുതലാക്കി. അങ്ങനെ ദുൽഖഅദ ഹിജ്റ 35 ദുൽഖഅദയിലാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും അവർ തിരിച്ചെന്ത് ചെയ്യുന്നത്, മദീനയിലേക്ക് വരുന്നത്. അങ്ങനെ മദീനയിലേക്ക് വന്നുകൊണ്ട് അവര് മസ്ജിദ് നബവിയിൽ നിലയുറപ്പിക്കുകയും കുറെ ദിവസങ്ങൾ അവര് മസ്ജിദ് നബവിയിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കീഴിൽ തന്നെ നിസ്കരിക്കുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉപരോധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വീട്ടിൽ തടങ്കലാക്കുന്നു. ഏകദേശം 40 ദിവസങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ തന്നെ ബാക്കിയാകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് ആ മരണപ്പെടുന്ന ദിവസത്തിന്റെ തലേ ദിവസം, അത് ദുൽഹിജ്ജ 12-നാണ് എന്ത് ചെയ്യുന്നത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദാരുണമായി കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നുണ്ട്. റസൂലുള്ളാഹ് എന്ത് ചെയ്യുന്നത്, അഫ്തർ ഇൻദനാ യാ ഉസ്മാൻ, ഞങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യണം, നാളെ നീ നോമ്പ് തുറക്കാൻ വരണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, നോമ്പുകാരനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നേരം പുലരുന്നത്. അങ്ങനെ അദ്ദേഹം രാവിലെ തന്നെ സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്ന ഖുർആൻ എടുത്ത് അദ്ദേഹം പാരായണം ചെയ്യാണ് തുടങ്ങുന്നത്. അങ്ങനെ ഒരാള് കടന്നു വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, വീട്ടിലേക്ക്, അതുവരെ വീട്ടിലേക്ക് ഇവർ കടന്നു വന്നിട്ടില്ല, വീട്ടിൽ കടന്നു വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ കഴുത്ത് മുറുക്കുന്നുണ്ട്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്, 82 വയസ്സുണ്ട്. വയോധികനായിട്ടുള്ള, ദീനിനു വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ള, ജനങ്ങളോട് ഏറ്റവും സ്നേഹത്തിൽ മാത്രം വർത്തിച്ചിട്ടുള്ള, റസൂലുള്ളാഹിക്ക് വരെ അങ്ങേയറ്റ ബഹുമാനമുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്ത് ചെയ്യാണ്, ലാ തഖ്തുൽനി ഇന്നമാ അന ലക അഖുൻ ഫില്ലാഹ്, എന്നെ നീ കൊല്ലരുത്, ഞാൻ നിനക്ക് അള്ളാഹുവിന്റെ പേരിൽ ഒരു സഹോദരമാ അല്ലേ, ഞാൻ നിനക്ക് അതുപോലെ തന്നെ ഭരണാധികാരി അല്ലേ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരാൾ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, വീണ്ടും മറ്റൊരാൾ കടന്നു വരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വലത് കൈ വാളുകൊണ്ട് വെട്ടുന്നുണ്ട്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതാണ് അവ്വലു യദിൻ കതബത്തിൽ മുഫസ്സൽ, ആദ്യമായിട്ട് ഖുർആനിന്റെ മുഫസ്സൽ എഴുതിയിട്ടുള്ള കൈയാണിത്, നീ വെട്ടിക്കളഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അറുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭാര്യയായിട്ടുള്ള നായില റളിയല്ലാഹു അൻഹ വാള് പിടിക്കുന്നുണ്ട്, അവരുടെ കൈ അറ്റുപോകുന്നുണ്ട്. എന്നിട്ട് ഭാര്യയായിട്ടുള്ള നായില പറയുന്നത്, ഇദ്ദേഹം ഓരോ ദിവസവും ഖിയാമുൽ ലൈൽ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചില ദിവസങ്ങളിൽ ഖുർആൻ മുഴുവൻ ഒരു റക്അത്തിൽ ഓതി നിസ്കരിക്കാറുള്ള ആളാണ്, നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലരുത് എന്നാണ് എന്ത് ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ തല അറുത്തു. തല അറുത്തിട്ട് അത് ഒരാൾ വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, കാതുകരിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാല് കൊണ്ട് ആ തല തട്ടിക്കളയുന്നുണ്ട്, ചവിട്ടി തെറിപ്പിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നത്, ഇതുപോലെ എന്താണ് തിളങ്ങുന്ന ഒരു മുഖം, ഒരു കാഫറിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കഴുത്തറക്കപ്പെട്ടിട്ടുള്ള ആ അവസ്ഥയിലും അദ്ദേഹത്തിന്റെ മുഖം വെട്ടിത്തിളങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ ചോര വന്ന് പതിച്ചിട്ടുള്ളത് എവിടത്താണ്, അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്ന വിശുദ്ധ ഖുർആനിലാണ്. അതും പ്രത്യേകമായിട്ട് ഫസയക്ഫീകഹുമുല്ലാഹ്, അവരുടെ കാര്യം അള്ളാഹ് മതി ഏറ്റെടുത്തിട്ടുണ്ട്, അള്ളാഹ് മതി എന്നുള്ള ആയത്തുണ്ട്. ആ ആയത്തിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ രക്തം പതിക്കുന്നത് എന്നുള്ളതാണ്. ഈ തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവര് കൊന്നുകളയുന്നത്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കുക, ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വസ്ത്രം കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കാലിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അനുവാദം ചോദിക്കുന്നത്, വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്നു. അത് വസ്ത്രം നേരെയാക്കുന്നില്ല, പിന്നീട് അതിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു, അദ്ദേഹം അനുവാദം ചോദിക്കുന്നു, പ്രവേശിപ്പിക്കുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി എഴുന്നേറ്റിരിക്കുന്നു, വസ്ത്രങ്ങളൊക്കെ നേരെയാക്കുന്നു. ആരോടുള്ള ആദരവ് കാരണത്താൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദരവ് കാരണത്താൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുമ്പോൾ പറയുന്നത്,
ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കണ്ടുകൊണ്ട് മലായിക്കത്തുകൾ വരെ ലജ്ജിക്കാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയേറെ ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചിട്ടില്ലാത്ത, ശിർക്ക് ചെയ്തിട്ടില്ലാത്ത, അതുപോലെ കള്ളു കുടിച്ചിട്ടില്ലാത്ത പരിശുദ്ധനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ് എന്ത് ചെയ്യുന്നത്, ഈ തരത്തിൽ അവരെന്ത് ചെയ്യുന്നത്, കൊന്നുകളയുന്നത്. അപ്പോ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമുക്കറിയാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും പ്രകൃതം എന്ന് പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ശക്തനും കർക്കശക്കാരനുമായിരുന്നില്ല ഒരിക്കലും ഉമർ. എല്ലാത്തിനും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാത്തിനും എളുപ്പം നൽകിയിട്ടുള്ള, വിശാലത നൽകിയിട്ടുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, അതദ്റൂന മാ ജറഅകും അലയ്യ, നിങ്ങളെ എന്റെ മേലിൽ നിങ്ങളെ ഇത്രയും ധീരന്മാരാക്കിയ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മാ ജറഅകും ഇല്ല ഹൽമി, എന്റെ ഈ വിവേകമാണ്, എന്റെ വിവേകവും സബ്റുമാണ് നിങ്ങളെ എന്റെ മേലിൽ ഈ തരത്തിൽ അക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന സഹാബിമാരെ മദീന വിട്ടു പോകാൻ അദ്ദേഹം അനുവദിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഖുറൈശികളിൽപ്പെട്ടുള്ള മുഹാജിറുകളൊന്നും തീരെ പോകാൻ അനുവദിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് അനുവദിക്കുകയും സഹാബിമാരെ ദഅവത്തിന്റെ ആവശ്യമായിട്ട് ഫത്ഹാക്കപ്പെട്ടുള്ള നാടുകളിലേക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്യുകയും മദീനയിൽ അവർ കുറഞ്ഞു പോകുന്ന അവസ്ഥ വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുർത്തദ്ദുകളായിട്ടുള്ള ആളുകൾ, ആ മുർത്തദ്ദുകളായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ പിന്നീട് എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ ഒരു കാര്യത്തിനെയും ഏൽപ്പിക്കാറുണ്ടായിരുന്നില്ല, ഒരു സ്ഥാനമാനങ്ങൾ അവർക്ക് നൽകുകയില്ല, യുദ്ധങ്ങളിൽ തന്നെ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നില്ല. ആ രീതിയിൽ തന്നെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുള്ളത്, കടന്നുപോയിട്ടുള്ളത്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിലരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ അനുകമ്പയും അവരിലുള്ള റഹ്മത്തൊക്കെ കാരണത്താൽ അവർ ഇസ്ലാം നല്ല രീതിയിൽ ജീവിച്ച ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു വളരെ സുഗലോലുമായിട്ടുള്ള ജീവിതം അവർക്ക് വന്നു എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം എല്ലാ തരത്തിലും കാർക്കശ്യം പുലർത്തിയിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഗനീമത്ത് സ്വത്തിന്റെ കാര്യത്തിലും അതിലൂടെ വരുന്ന ഫുതുഹാത്തുകളുടെ കാര്യത്തിലൊക്കെ വിശാലത നൽകിയതോടുകൂടി വലിയ സുഗലോലുപത ഉണ്ടായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബ്ബാദ് ഇബ്നു ഹനീഫ് റഹിമഹുല്ലാഹ് പറയുന്നത്, ഇന്ന അവ്വല ഫിത്നത്തിൻ ളഹറ ബിൽ മദീന, ഫിത്ന ആദ്യമായി മദീനയിൽ ഉണ്ടായ ഫിത്ന എന്ന് പറയുന്നത് അത് ഹീന ഫാദത്തി ദുനിയ, ദുനിയാവ് ഒഴുകി വന്നതാണ് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ് ഇമാം തബരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ടുള്ള വലിയൊരു കാരണം എന്ന് പറയുന്നത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈജിപ്തിന്റെ ഗവർണറായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹം വലിയ ദാഹിയത്തായിരുന്നു. ദാഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള വലിയൊരു ജീനസ് ആയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും ശേഷവും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈജിപ്ത് ഫത്ഹ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അപ്പോ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്നുള്ളത് വലിയൊരു അടിയായി തീർന്നു. കാരണം അദ്ദേഹം ഖവാരിജികൾക്കെതിരിൽ എന്ത് ചെയ്യായിരുന്നു, വളരെ വലിയ ശക്തനായി നിലകൊണ്ടുള്ള വ്യക്തിയായിരുന്നു. അവരെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ അവരുടെ നേതാക്കന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടുള്ള ആളാണ് ആര്, അബ്ദുല്ലാ ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നീക്കം ചെയ്തതോടുകൂടി ഖവാരിജികൾക്ക് എന്തുണ്ടായി, അവസരം വർദ്ധിക്കുകയാണ് ചെയ്തത്. അബ്ദുല്ലാ ഇബ്നു സബ അൽ യഹൂദിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് എന്ത് ചെയ്യുന്നത്, ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒക്കെ എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തിയുള്ള കാര്യമാണ്. എന്നാൽ പിന്നീട് ഗവർണറായി വന്നിട്ടുള്ള അബ്ദുല്ലാ ഇബ്നു അബി സർഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഏതിലാണ്, ഫുതുഹാത്തുകളാണ്. അദ്ദേഹം ഒരുപാട് നാടുകൾ ഫത്ഹ ചെയ്തിട്ടുണ്ട്, ഖുബ്രുസ് പോലെ, അതുപോലെ തന്നെ ഇന്നത്തെ ലിബിയ പോലുള്ള നാടുകളൊക്കെ കീഴടക്കിയിട്ടുണ്ട്, ഇസ്കന്ദരിയെ കീഴടക്കിയിട്ടുണ്ട്, അതെല്ലാം വലിയ ഖൈറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നാട്ടിന്റെ ഉള്ളിലുള്ള ആഭ്യന്തര കാര്യം നിയന്ത്രിക്കുന്നതിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മികവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ആർക്ക് അവസരമായി, കൂടുതൽ ഈ അബ്ദുല്ലാ ഇബ്നു സബ അൽ യഹൂദിക്ക് അവസരമായി ആ തരത്തിൽ പിന്നീട് ഖവാരിജുകളെ വാർത്തെടുക്കുകയും അതിലൂടെ മഹാനായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തു. അതെന്താണ് അറിയിക്കുന്നത്, അത്രയും യോഗ്യനാണ്, അത്രയും തൃപ്തനാണ് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് അറിയിക്കുന്നത്. അദ്ദേഹം ഷഹീദാകും എന്നുള്ള കാര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ തരത്തിൽ കൊല്ലപ്പെടുമെന്നുള്ള കാര്യമെല്ലാം റസൂലുള്ളാഹി അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിലുള്ളത് സബർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സഹാബിമാരോട് എല്ലാവരോടും തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, എന്റെ അടുത്ത് ആരും ബാക്കിയാകേണ്ട എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം മരണം
സ്വീകരിക്കുക ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ അബ്ദുള്ള ഇബ്നു സബൽ യഹൂദിയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അയാളാണ് ഈ റാഫിദിയ്യത്തിന്റെ സ്ഥാപകൻ, അതുപോലെ തന്നെ ഖവാരിജികളുടെയും സ്ഥാപകനായിട്ടുള്ള വ്യക്തി. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ബന്ധം, ഖവാരിജികളും റാഫിദികളും തമ്മിലുള്ള ബന്ധം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മിൻഹാജ് സുന്നയിൽ വിശദമായിട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുള്ള ഇബ്നു സബൽ യഹൂദിയെയും പൗലോസിനെയും താരതമ്യം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇവിടെ 3 വ്യക്തികളുണ്ട്. ഒന്ന് സാമിരിയാണ്. സാമിരി എന്ത് ചെയ്തു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദീനിനെ തെറ്റിച്ചു കളയാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൽ ഒരുപാട് ആളുകൾ അതിൽ വീണുപോയി. അങ്ങനെ പശുവിനെ ആരാധിക്കുന്നിടത്തേക്ക് എത്തിയില്ലേ. അത് പിന്നീട് മൂസ അലൈഹിസ്സലാം ആ പശുവിനെ കത്തിച്ചു കളഞ്ഞ് അതുപോലെ കടലിലേക്ക് പറത്തിക്കളയുന്നുണ്ട്, അതിന്റെ പൊടികൾ പറത്തിക്കളയുന്നുണ്ട്. പക്ഷേ അതിനുശേഷവും ആരാധിക്കുന്നിടത്തേക്ക് തിരിച്ചു വരുന്നുണ്ട് യഹൂദികളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത്, ആ തൗഹീദി ദഅവത്ത് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കാൻ വന്ന ആളാണ് ജൂതനായിട്ടുള്ള പൗലോസ് എന്ന് പറയുന്നത്. അയാള് നസ്രാനി അല്ലെങ്കിൽ മുസ്ലിമിന്റെ വേഷം ധരിച്ചുകൊണ്ട് വരികയും ആ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കുകയും ഇന്ന് കാണുന്ന രീതിയിൽ ഈ നസ്രാനികൾ പഴച്ചു പോയിട്ടുള്ളത്, വ്യാപകമായി പഴച്ചു പോകാനുള്ള കാരണമായി തീർന്നു ഇയാളുടെ പ്രവർത്തനം എന്നുള്ളതാണ്. എന്നാൽ അബ്ദുള്ള ഇബ്നു സബയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചില്ല. എന്നും മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷമായി തന്നെ നിലനിന്നു, ശക്തമായി തന്നെ നിലനിന്നു. കാരണം മുസ്ലിമീങ്ങൾ വലിയ ഉലമാക്കളും മുജദ്ദിദുകളും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ചെയ്തുള്ളത് ആ തരത്തിൽ ഹൈജാക്ക് ചെയ്യാൻ ഈ റാഫിദുകൾക്ക് സാധിക്കാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ അബ്ദുള്ള ഇബ്നു സബ ചെയ്യുന്നില്ല, അയാളുടെ പ്രവർത്തനങ്ങൾ ഇനിയും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും തുടരുന്നുണ്ട്. അവിടെ നടന്നുള്ള ഫിത്നകൾ, ജമൽ, സഫീൻ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾക്കൊക്കെ ആണിക്കല്ലായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് അബ്ദുള്ള ഇബ്നു സബ യഹൂദി. അതിനെ സംബന്ധിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് വിവരിക്കാം. അതുപോലെ തന്നെ ഇയാളുടെ നേതൃത്വത്തിൽ, ഇയാളുടെ കീഴിലുണ്ടായിരുന്ന സബഇയ്യ എന്ന് പറയുന്ന വിഭാഗത്തെ, അവരിൽ പലരെയും അലി റളിയല്ലാഹു അൻഹു തീ കൊണ്ട് കത്തിച്ച് കൊല്ലുന്നുണ്ട്. അതിൽ നിന്ന് അബ്ദുള്ള ഇബ്നു സബ രക്ഷപ്പെടുന്നുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് വിവരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു ആലം വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.